ശ്രീ സന്ദീപ് വാര്യർ, ദേശീയ തലത്തിൽ 242 ഏറ്റവും അവസാനത്തെ നമ്പർ അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP-യുടേത് 292 NDA. അങ്ങനെ കൃത്യമായ ഭൂരിപക്ഷത്തിനുള്ള നമ്പർ അത് NDA ക്യാമ്പിന് സ്വന്തമാണ്. പല ആളുകളെ കൂട്ടിച്ചേർത്ത് വിളക്കിയിട്ടും 230, 233 ആ നമ്പറിലേക്കാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ദൂരം. എന്നാൽ പോലും പല മാധ്യമങ്ങളും അങ്ങനെ കൊട്ടിഘോഷിക്കുന്നു, പല രാഷ്ട്രീയ മാറ്റത്തിനും വേദിയാകുന്നു എന്നതൊക്കെ എങ്ങനെ വിലയിരുത്താം ഈ സാഹചര്യത്തെ? ലോക ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ജനപിന്തുണയാണ് നരേന്ദ്രമോദി സർക്കാരിന് ലഭിച്ചിട്ടുള്ളത്. 10 വർഷം അധികാരത്തിലിരുന്ന ഒരു സർക്കാരിന് മൂന്നാമതും ഭരിക്കാൻ വേണ്ടി ഒരു പ്രീ പോൾ അലയൻസിന് കിട്ടിയിട്ടുള്ള മാൻഡേറ്റ് ആണിത്. ഇത് പ്രീ പോൾ അലയൻസ് അല്ല. ഏതെങ്കിലും തരത്തിൽ NDAയുടെ ഒരു സഖ്യകക്ഷികളും അതേ മുന്നണിയിലെ മറ്റൊരു സഖ്യകക്ഷിക്കെതിരെ ഒരു സംസ്ഥാനത്തും മത്സരിച്ചിട്ടില്ല. വളരെ ഇൻടാക്ട് ആയിട്ടുള്ള ഒരു മുന്നണി സംവിധാനം. ആ മുന്നണി സംവിധാനത്തിന് പ്രധാനമന്ത്രി നേതൃത്വം കൊടുക്കുന്നു, നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്നു. ഇതേ മുന്നണി തന്നെയാണ് നേരത്തെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ട് മുന്നണിയായിട്ട് തന്നെയാണ് 2014-ലും 2019-ലും രാജ്യം ഭരിച്ചത്. അപ്പൊ അതേ മുന്നണിക്ക് വീണ്ടും നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആ നേതൃത്വത്തിന്മേൽ രാജ്യത്തെ ജനങ്ങൾക്കുള്ള വിശ്വാസമാണ് ഭൂരിപക്ഷമായി ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം തന്നെയാണ് ഈ ഇന്ത്യ മുന്നണിക്കും ഈ എല്ലാ പാർട്ടികളും ചേർന്നിട്ടുള്ള ഈ അവിയൽ മുന്നണിക്ക് രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇവരെല്ലാവരും ഒത്തുചേർന്നിട്ടും ലോകത്ത് ഉള്ള കോർപ്പറേറ്റ് സംവിധാനങ്ങൾ, കോർപ്പറേറ്റ് മീഡിയകൾ ഉൾപ്പെടെയുള്ളവർ, അതല്ലെങ്കിൽ ജോർജ് സോറോസിനെ പോലെ ഫണ്ട് ചെയ്യുന്ന ആളുകൾ, മറ്റ് അന്യ രാജ്യങ്ങളിൽ, പല ശത്രു രാജ്യങ്ങളിൽ, ഇവരെല്ലാവരും ചേർന്നൊരുക്കിയിട്ടുള്ള വലിയ ഒരു കെണി, ആ കെണിയിൽ പോലും നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇത് മോദി സർക്കാർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യക്ഷേമ പദ്ധതികളും അതോടൊപ്പം തന്നെ രാജ്യ പുരോഗതിക്കായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും സാമ്പത്തിക പരിഷ്കരണങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മാൻഡേറ്റ് ആണ് തീർച്ചയായിട്ടും ജനങ്ങൾ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പിന്തുണ, സമാനതകളില്ലാത്ത ഈ പിന്തുണ നമ്മുടെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് സുവർണ ലിപികളാൽ രേഖപ്പെടുത്തുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഇതിനു മുമ്പ് നെഹ്റുവിനാണ് 3 തവണ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. പക്ഷെ ആ കാലത്ത് രാജ്യത്ത് പ്രതിപക്ഷമില്ല എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതാണ്. പ്രതിപക്ഷത്തിനൊട്ടും സ്പേസ് ഇല്ലാതിരുന്ന ഒരു കാലത്ത് അധികാരത്തിൽ വരുന്നത് പോലെയല്ല ഇന്ന്. സകലമാന സാഹചര്യങ്ങളെയും സകലമാന എതിർപ്പുകളെയും നേരിട്ടുകൊണ്ട് മൂന്നാമതും അധികാരത്തിലെത്താൻ സാധിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതോടൊപ്പം തന്നെ ഒഡീഷ പോലൊരു സംസ്ഥാനത്ത് ഭരണം പിടിച്ചെടുത്തു. ആന്ധ്രാപ്രദേശിൽ NDA വീണ്ടും ഭരണത്തിലെത്തി. അത് കഴിഞ്ഞ് അരുണാചൽ പ്രദേശിലെ തുടർഭരണം ഉണ്ടായി. അപ്പം 3 സംസ്ഥാന ഭരണം കൂടി ഇവിടെ NDA പിടിച്ചെടുത്തിരിക്കുകയാണ്. മറുവശത്ത് ഇന്ത്യ മുന്നണിക്ക് അത്തരത്തിൽ ഒരു സംസ്ഥാനത്ത് പോലും ഭരണത്തിലെത്താൻ സാധിച്ചിട്ടില്ല. ഇതൊരു വലിയ ആവേശകരമായിട്ടുള്ള ജനപിന്തുണയാണ്. ഈ ജനപിന്തുണയുടെ പിൻബലത്തിൽ അടുത്ത 5 വർഷക്കാലം രാജ്യ പുരോഗതിക്കായിട്ടുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം 242 സീറ്റുകൾ BJPക്ക് തനിച്ച് തന്നെ ലഭിച്ചിട്ടുണ്ട്. നേരത്തെ സ്വർഗീയ അടൽ ബിഹാരി വാജ്പേയി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന കാലത്ത് പോലും 182 സീറ്റുകളാണ് BJPക്ക് ഉണ്ടായിരുന്നത്. എന്നിട്ട് പോലും 5 വർഷം വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ സഹതാപ തരംഗത്തിൽ പോലും കോൺഗ്രസിന് ലഭിച്ചത് കേവലം 232 സീറ്റുകളായിരുന്നു. അപ്പൊ അതിനേക്കാൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോ സ്വപ്ന വ്യാപാരികളായിട്ടുള്ള പല ആളുകളും ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. മോദിയെ അങ്ങോട്ട് താഴെ ഇറക്കി കളയാമെന്ന് ഇറങ്ങിയ ആളുകൾക്കൊക്കെ നിരാശരാകേണ്ടി വരും. 5 വർഷം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യം ഭരിക്കും. മാത്രമല്ല 2017 ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ടാണ് നമുക്കിതിനെ താരതമ്യം ചെയ്യാൻ സാധിക്കുക. എല്ലാ തരത്തിലുള്ള പ്രതിലോമ ശക്തികളുടെയും ഏകീകരണം നടന്ന 2017 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സീറ്റുകൾ വളരെയധികം കുറയുകയും അവിടെ ഭരണം വളരെ കഷ്ടപ്പെട്ട് നിലനിർത്തുകയുമാണ് ഉണ്ടായത്. 99 സീറ്റിലേക്ക് മറ്റു ചുരുങ്ങി. പക്ഷെ 2017 തെരഞ്ഞെടുപ്പ് ഫലം വന്ന സമയത്ത് എല്ലാവരും ഗുജറാത്തിലെ BJP എഴുതി തള്ളുകയും BJP ഇതോടെ ഗുജറാത്തിൽ തീർന്നെന്നും കോൺഗ്രസിന്റെ ഒരു റീസർജൻസ് ആണെന്നും പലരെ ആളുകൾ പ്രവചിച്ചു. പക്ഷേ പിന്നീട് 2022 നടന്ന ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? ഏകപക്ഷീയമായിട്ടുള്ള വിജയം അവിടെ BJP കൈവശമാക്കി. അപ്പൊ അതേപോലെ തന്നെ തീർച്ചയായിട്ടും ഈ 5 വർഷക്കാലം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചോളം റീജുവിനേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് BJP എത്തിക്കാനുമുള്ള 5 വർഷങ്ങളാണ്. അതോടൊപ്പം ഏറ്റവും സന്തോഷകരമായ കാര്യം പ്രതിപക്ഷം ഒരുക്കിയ സകല നറേറ്റീവുകളും തകർന്ന തരിപ്പണമായി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? ഈ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ ഒരു റിസൾട്ട് അല്ല വന്നിരുന്നതെങ്കിൽ ഈ ലോകം മുഴുവൻ
ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പവിത്രമായിട്ടുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പ് പദ്ധതിയെ തന്നെ ആക്ഷേപിക്കുകയും ഇന്ത്യ ഡെമോക്രസിയല്ല, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് റിഗ്ഗിംഗ് നടന്നു എന്നും ഇവർ ആക്ഷേപിക്കുമായിരുന്നു. ഇപ്പോ അത്തരത്തിൽ ആക്ഷേപിക്കാനുള്ള ഒരു 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 സാഹചര്യം നിലനിൽക്കുന്നില്ല. വോട്ടിംഗ് മിഷൻ അല്ലെങ്കിൽ വല്ലാതെ പഴി കേട്ടേരെയും ഈ ഫലം ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ അതോടൊപ്പം തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിന്റെ പവിത്രമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുണ്ട്. നമുക്ക് എത്രയോ കാലം BJP തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ BJP നേതൃത്വം രംഗത്ത് വരികയും തോൽവി അംഗീകരിക്കുകയും ഭരിക്കുന്നവരുമായി സഹകരിച്ച് മുന്നോട്ട് പോകുകയെന്ന് പ്രഖ്യാപിക്കുകയും ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലകൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭാവാത്മകമായിട്ടുള്ള ഒരു സമീപനമായിരുന്നു BJP അക്കാര്യത്തിൽ സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് രാജ്യം വെല്ലുവിളി നേരിടുന്ന ഘട്ടങ്ങളിലൊക്കെ രാജ്യത്തെ സർക്കാരിനൊപ്പം എന്ന ചരിത്രമാണ് BJPക്കുള്ളത്. പക്ഷെ മറുവശത്ത് തങ്ങൾക്ക് അധികാരം കിട്ടിയിട്ടില്ലെങ്കിൽ മൈ വേ ഓർ ഹൈവേ എന്ന സമീപനമാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ സ്വീകരിക്കുന്നത്. ഒന്നുകിൽ എന്റെ വഴി അല്ലെങ്കിൽ തെരുവിൽ എന്ന രീതിയിലാണ് ഇവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പൊ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ലോകത്തിന് മുന്നിൽ അപമാനിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമം പരാജയപ്പെട്ടു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി, രാജ്യത്തെ വിഭജിക്കാൻ വിഘടനവാദം ഉയർത്തിക്കൊണ്ട് തെക്ക് വടക്ക് എന്ന രീതിയിൽ രാജ്യത്തെ വിഭജിക്കാൻ നടത്തിയിട്ടുള്ള പരിശ്രമത്തിനേറ്റ കനത്ത പ്രഹരമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ഈ കേരളത്തിൽ ഇത് കേരളമാണ് എന്ന് നാഴിക്ക് 40 വട്ടം തള്ളിയിരുന്ന മുഴുവൻ ആളുകൾക്കും വാസ്തവത്തിൽ പറഞ്ഞാൽ കനത്ത പ്രഹരമാണ് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിൽ BJP തൃശ്ശൂരിൽ ഉജ്ജ്വലമായിട്ടുള്ള വിജയം നേടിയിരിക്കുന്നു. നേരിയ വിജയമല്ല, ഉജ്ജ്വലമായ വിജയം ശ്രീ സുരേഷ് ഗോപിയോട് നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും ആറ്റിങ്ങലും ആലപ്പുഴയും പാലക്കാടും പത്തനംതിട്ടയും കോട്ടയവും അടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട പല ലോക്സഭാ മണ്ഡലങ്ങളിലും BJP നടത്തിയിട്ടുള്ള NDA നടത്തിയിട്ടുള്ള മുന്നേറ്റം അത് നിസ്സാരമായിട്ടുള്ള മുന്നേറ്റമല്ല. കേരളത്തിൽ ഏത് മണ്ഡലങ്ങളാണ് BJP മുന്നേറ്റം നടത്തായിരുന്നിട്ടുള്ളത്? കേരളത്തിലെ BJPയുടെ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് 22% NDAയുടേത് വർദ്ധിച്ചിരിക്കുകയാണ്. BJP തനിച്ച് തന്നെ 17% വോട്ടിംഗ് പെർസെന്റേജ് എത്തിച്ചു കഴിഞ്ഞു. അപ്പോൾ അത്തരത്തിൽ BJPക്ക് വലിയൊരു സ്പേസ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കിട്ടിയിരിക്കുന്നു. BJP ഒരിക്കലും കേരളത്തിൽ ജയിക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നവരൊക്കെ ഇന്ന് തലയിൽ മുമ്പോട്ട് ഒളിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സമ്മേളനമോ അതല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഈ നിമിഷം വരെ പരാജയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗോവിന്ദൻകുട്ടി ഈ കുട്ടി മിണ്ടുന്നില്ല എന്ന് കുറെ നേരമായി ഇവിടുത്തെ പത്രക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ പിണറായി വിജയൻ അതൊന്നും പറയാതെ പ്രതികരിക്കാതിരിക്കുകയാണ്. അപ്പം കേരളത്തിൽ BJP ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഒരു പൊളിറ്റിക്കൽ ഫോഴ്സായി വളർന്ന ഒരു സാഹചര്യം ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും NDAക്ക് പ്രാതിനിധ്യമുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളിലും. തമിഴ്നാട്ടിൽ 2 വോട്ടിംഗ് പെർസെന്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. 3% ഉണ്ടായിരുന്ന വോട്ട് 10% മുകളിൽ എത്തിക്കാൻ BJPക്ക് സാധിച്ചു. അതോടൊപ്പം തന്നെ അവിടെ 11 ലോക്സഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്താണ് തമിഴ്നാട്ടിൽ. വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ NDAക്ക് അവിടെ സഖ്യകക്ഷിക്ക് അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആന്ധ്രയിൽ ഭരണം കിട്ടി, തെലങ്കാനയിലെ ഏറ്റവും വലിയ പാർട്ടിയായി, കർണാടകയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ BJPയുടെ സാന്നിധ്യം ഉണ്ടായി, സ്വാധീനം ഉറപ്പിക്കാൻ സാധിച്ചു, ജനപിന്തുണ വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ രാജ്യത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിൽ BJP നേടിയിട്ടുള്ള വിജയം തന്നെയാണ്. രാജ്യത്തെ വിഘടിപ്പിക്കാനും നോർത്ത് സൗത്ത് എന്ന ഒരു ദ്വന്ദ്വം കൊണ്ടുവന്ന് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനുമുള്ള ഏറ്റവും വൃത്തികെട്ട വിഘടനവാദ രാഷ്ട്രീയത്തിനേറ്റ കനത്ത തിരിച്ചടി തന്നെയാണിത്. അതോടൊപ്പം തന്നെ ഒരു പാൻ ഇന്ത്യ പാർട്ടിയായി നോർത്ത് ഈസ്റ്റ് മുതൽ സൗത്ത് വരെ, അതല്ലെങ്കിൽ കശ്മീർ മുതൽ കന്യാകുമാരി വരെയും സോമനാഥ് മുതൽ നമ്മുടെ കൽക്കത്ത വരെയും അല്ലെങ്കിൽ അസം വരെയുമുള്ള എല്ലാ പ്രദേശങ്ങളിലും BJPക്ക് സമഗ്രമായിട്ടുള്ള ആധിപത്യം ഉറപ്പിക്കാനും അത് നിലനിർത്താനും കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. BJPയുടെ 200 സീറ്റുകളെങ്കിലും ഏത് സാഹചര്യത്തിലും നഷ്ടപ്പെടാത്ത സീറ്റുകളാണ് എന്നുള്ളതാണ്. അങ്ങനെ മാറി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. 200 സീറ്റുകൾ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും ഇളകാത്ത രീതിയിലുള്ള BJPയുടെ ശക്തി കേന്ദ്രങ്ങളായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഇത് 272-ലേക്കോ 300-ലേക്കോ 400-ലേക്കോ ഒക്കെ പരിവർത്തിപ്പിക്കാൻ യാതൊരു പ്രയാസവും ഭാവിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ BJPയെ എഴുതിത്തള്ളുകയോ കേരളത്തിലെ BJPക്ക് സ്പേസ് കൊടുക്കരുത് എന്ന് മാധ്യമ ചർച്ചകളിൽ വന്നിരുന്ന് പറഞ്ഞിരുന്ന എഡിറ്റർമാരുണ്ടായിരുന്നു, അതല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഏറ്റവും കനത്ത തിരിച്ചടിയാണ്. ഇനി എങ്ങനെ നിങ്ങൾ BJPക്ക് സ്പേസ് തരാതിരിക്കും? മാത്രമല്ല ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ
പരിലാളനയിലല്ല BJP കേരളത്തിൽ വളർന്നു വന്നത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. യെസ്, സന്ദീപ്, ഒറ്റ കാര്യം കൂടി തിരക്കിലാണെന്നറിയാം. എന്നാൽ പോലും ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഭാവിയുണ്ട്. കാരണം മത്സരിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നില്ല മമത എന്നതൊരു ഒരു ഒരു വലിയ രസകരമായ കാര്യമാണ്. കണക്ക് കൂട്ടുമ്പോൾ പക്ഷേ ഇന്ത്യ സഖ്യത്തിൻ്റെ 232 മമതയുടെ സീറ്റുകളും വരുന്നുണ്ട്. ഇനി അധികാരത്തിൽ എന്തായാലും ഇന്ത്യ സഖ്യം വരില്ല എന്നതും ഉറപ്പാണ്. അപ്പോൾ ഇനി എന്താകും അതിൻ്റെ ഭാവി എന്നതും ഒരു ചർച്ചാ വിഷയമല്ലേ? തീർച്ചയായിട്ടും. അപ്പം അധികാരത്തിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുന്നണി വളരും എന്നുള്ള തർക്കമൊന്നുമില്ല. കാരണം പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ഡൽഹിയിൽ പോയി വൈകുന്നേരം ചായ കുടിച്ചിരിക്കാൻ അവർക്ക് തലയ്ക്ക് ഓളമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ രാഹുൽ ഗാന്ധി വിളിക്കുമ്പോൾ ഓടിച്ചെല്ലേണ്ട കാര്യം എന്തായാലും അതിൽ മുന്നണിയിലുള്ള പല പാർട്ടികൾക്കും ഇല്ല. മാത്രമല്ല അതിൽ പല പാർട്ടികൾക്കും BJP-യുമായി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ഭിന്നതയൊന്നുമില്ല പല പാർട്ടികൾക്കും. പ്രത്യേകിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ നോക്കി പലരും നിലപാടുകൾ എടുക്കുന്നു എന്നേ ഉള്ളൂ. എന്തായാലും ഗവൺമെന്റിന്റെ നല്ല നയങ്ങളോട്, അതുപോലെ തന്നെ ഗവൺമെന്റ് ഇനി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളോടൊക്കെ വളരെ ക്രിയാത്മകമായിട്ടുള്ള സമീപനം ആ മുന്നണിക്ക് അകത്തുള്ള പാർട്ടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ആ മുന്നണിയുടെ ഭാവി ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. പരമാവധി 1-2 ദിവസം കൂടി അവർ മീറ്റിംഗ് മുന്നോട്ട് പോകും. അതിനപ്പുറമുള്ള ഒരു തരത്തിലുള്ള ഐക്യവും ആ മുന്നണിയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സ്വഭാവം നമുക്കറിയാം. ഒരു മുന്നണി രാഷ്ട്രീയവുമായി മുന്നോട്ട് പോകാൻ പോകുന്നതിൽ അവർക്ക് വലിയ അവരുടെ DNA അതിനെ അനുവദിക്കുന്നതല്ല. പലപ്പോഴും കോൺഗ്രസിന്റെ അപ്രമാദിത്വം അവരത് കാണിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അവസാനിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. പരമാവധി 2-3 ദിവസം കൂടി വാർത്തകൾ നിറഞ്ഞു നിൽക്കാൻ വേണ്ടി ഒരു പരിശ്രമത്തിനപ്പുറം ഈ മുന്നണിക്ക് ഇനി ഒരു പ്രസക്തിയുമില്ല.